അങ്ങനെ എളുപ്പത്തിൽ ബി.ജെ.പിക്ക് പ്രവേശിക്കുവാൻ സാധിക്കാത്ത സംസ്ഥാനങ്ങളിലൊന്നാണ് തെക്കേ ഇന്ത്യയിലെ തമിഴ്നാട് എന്ന സംസ്ഥാനം. ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന എം.കെ. സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK-യെ മറികടന്നുകൊണ്ട് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് അധികാര സ്ഥിരാകേന്ദ്രങ്ങളും അധികാരത്തിൻ്റെ വേരും ഇറക്കുവാൻ വേണ്ടി കാലങ്ങളായി കാത്തിരിക്കുകയാണ് BJP. എന്നാൽ അതിനുവേണ്ടി BJP നിയോഗിച്ചതാകട്ടെ ഒരു IPS ഉദ്യോഗസ്ഥനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അണ്ണാമലൈ പലതരത്തിലുള്ള സമര പോരാട്ടങ്ങളുമായി തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ DMK-ക്കെതിരായി ഇറങ്ങി. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലയളവിലൊന്നും അങ്ങനെ വലിയ മുന്നേറ്റം BJP-ക്ക് തമിഴ്നാട്ടിൽ ഉണ്ടാക്കുവാൻ സാധിച്ചില്ല. തെക്കേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തമിഴ് വൈകാരികതയും അതിനോടൊപ്പം തന്നെ മതപരമായ ചില രീതികളും ചിന്താഗതിയും തമിഴ്നാട്ടിലെ ജനതയ്ക്ക് കുറച്ചേറെയാണ്. അതുകൊണ്ട് തന്നെ BJP-ക്ക് വ്യക്തമായി വേരോടിക്കുവാൻ കഴിയുന്ന ഒരിടം തന്നെയാണ് തമിഴ്നാട് എന്ന ബോധ്യം BJP-ക്ക് ഇപ്പോഴുമുണ്ട്, അന്നുമുണ്ടായിരുന്നു. ഇപ്പോൾ അവരവരുടെ ചില നയങ്ങളും രീതികളും ഒക്കെ മാറ്റി BJP-യുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് നയിനാർ നാഗേന്ദ്രൻ എത്തുന്നു. അങ്ങനെ പുതിയ മാറ്റങ്ങൾക്ക് തിരികൊളുത്തുന്ന ഇടയിലാണ് ഇപ്പോൾ BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായ DMK-ക്കെതിരായ ശക്തമായ രീതിയിലൊരു കരുനീക്കവുമായി പഴയ അധ്യക്ഷൻ അണ്ണാമലൈ എത്തിയിരിക്കുന്നത്. DMK സർക്കാർ മന്ത്രിമാരായ V. സെന്തിൽ ബാലാജിയെയും K. പൊന്മുടിയെയും പുറത്താക്കിയത് അവരുടെ നാശത്തിൻ്റെ ആരംഭമാണെന്ന് മുൻ തമിഴ്നാട് BJP മേധാവി K. അണ്ണാമലൈ പറയുകയുണ്ടായി. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് 2 മന്ത്രിസഭാംഗങ്ങളെ ഒരേ സമയം പുറത്താക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുമുണ്ടായി. മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ്റെ മനസ്സില്ലാ മനസ്സോടുകൂടിയുള്ള തീരുമാനമായാണ് അദ്ദേഹം ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത്. എല്ലാ ബദലുകളും ഉപയോഗിച്ചതിന് ശേഷമാണ് DMK നടപടി സ്വീകരിച്ചതെന്ന് അണ്ണാമലൈ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അഴിമതിയുടെ പ്രതീകമായ ഒരു മന്ത്രിയെ സ്റ്റാലിൻ്റെ മന്ത്രിസഭയിൽ ഒരു കിരീടമായി അവതരിപ്പിച്ചു. സുപ്രീം കോടതിയുടെ കർശന മുന്നറിയിപ്പ് അദ്ദേഹത്തെ പുറത്താക്കാൻ നിർബന്ധിതനാക്കിയെന്ന് സെന്തിൽ ബാലാജിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ 2023 അറസ്റ്റിലായ ബാലാജി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് രാജിവെച്ചിരുന്നു. സ്ത്രീകളെക്കുറിച്ചുള്ള വിവാദ പരാമർശങ്ങളാണ് പൊന്മുടിയെ പുറത്താക്കാൻ കാരണമെന്ന് അണ്ണാമലൈ ചൂണ്ടിക്കാട്ടി. പൊതുജനങ്ങളുടെ പ്രതിഷേധം മൂലം തൻ്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതുവരെ അമ്മമാരെയും സഹോദരിമാരെയും പതിവായി അപമാനിച്ചിരുന്ന ഈ നേതാവിനെ DMK സംരക്ഷിച്ചു. മുതിർന്ന DMK നേതാവായ പൊന്മുടിയുടെ പരാമർശങ്ങളുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി പദവി നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നു. ഇവിടെ DMK-യുടെ തീരുമാനങ്ങളെല്ലാം 2026 നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പായുധമായി ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിൽ ഇപ്പോൾ DMK-ക്കെതിരായി അണ്ണാമലൈ എന്ന മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തിയിരിക്കുന്ന ഈ ആരോപണം ഒരു മൂർച്ചയുള്ള ആയുധമായി മാറുമോ എന്നറിയാൻ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്.